വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കുള്ളൊരു അവയർനെസ് ആണ്. 10 ദിവസം കൊണ്ട് 8 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ വെയിറ്റ് ലൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവരുടെ ആഡുകളിലും ഇങ്ങനത്തെ വാചകങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് അവരെ സമീപിച്ച് വെയിറ്റ് ലോസിന് ഒരുങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. കാരണം വിത്ത് പ്രൂഫായിരിക്കും ഇവരിതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതായത് ആ പറയുന്ന രീതികളൊക്കെ ഇവർ സ്വയം സ്വീകരിച്ച് വെയിറ്റ് കുറച്ച് കാണിച്ചുകൊണ്ടായിരിക്കും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്നത്. സോ നമ്മളത് വിശ്വസിച്ച് അമിതഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു രീതി സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ട്, അതായത് 10 ദിവസം കൊണ്ട് 8 കിലോ കുറയ്ക്കുക, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക, അപ്പോൾ ആ ഒരു രീതി സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന് ശേഷം ഒരു മാസം നമുക്ക് മാക്സിമം എത്ര കിലോ വരെ കുറയ്ക്കാൻ പറ്റും അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ആദ്യം നമുക്ക് ഓവർ വെയ്റ്റ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനൊരു കാൽക്കുലേഷനുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. അതനുസരിച്ച് നമ്മൾ ഏത് കാറ്റഗറി വരുമെന്നുള്ളതും പറയാം. ആദ്യം ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. നിങ്ങളുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാംസ് എടുക്കുക. അതിനെ ഹൈറ്റിന് മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ 60 kg വെയിറ്റ് ഉള്ള ഒരാൾ 163 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള ഒരാൾ, അപ്പോൾ അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 1.63 സ്ക്വയർ, അപ്പോൾ ഒരു ഏകദേശം 22 വരും. അപ്പോൾ അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 22 ആണ്. ഇങ്ങനെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ 18.5 ആണ് വരുന്നതെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. 18.5 to 25 വരെയാണ് നോർമൽ, അതായത് അവർ ഹെൽത്തി വെയ്റ്റിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ദെൻ 25 to 30 ഉള്ളവർ ഓവർ വെയ്റ്റ് ആണ്. 30 to 35 പോകുമ്പോൾ ഒബീസിറ്റി, അതായത് അമിതവണ്ണത്തിലേക്ക് പോവുകയാണ്. അത് ക്ലാസ് 1 ഒബീസിറ്റിയാണ്. 35 to 40 ആകുമ്പോഴത്തേക്കും ക്ലാസ് 2 ഒബീസിറ്റിയായി. 40 ഓവർ സിവിയർ ഒബീസിറ്റി. അപ്പോൾ ഒരു വെയ്റ്റ് ലോസ് നമ്മൾ 25 എബോവ് വരുന്നവരെ തൊട്ടാണ് വെയ്റ്റ് ലൂസ് ചെയ്യേണ്ടത്. അത് 25 to 30 എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചാണ് BMIയുടെ. 30-35 ഒക്കെ നന്നായിട്ട് ഡയറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് വെയ്റ്റ് ലൂസ് ചെയ്യേണ്ട കാറ്റഗറിയാണ്. 40 എബോവ് ആയിട്ടുള്ളവർ നന്നായിട്ട് സൂക്ഷിക്കണം, അതൊരു അൺഹെൽത്തി റേഞ്ചാണ്. അപ്പോൾ അവർക്ക് മറ്റ് അസുഖങ്ങളും കൂടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവരൊരു ഹെൽത്തി റേഞ്ചിലേക്ക് അവരുടെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. സോ ഇങ്ങനെ നമ്മുടെ BMI നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഏത് റേഞ്ചിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു 70 kg വെയിറ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവർക്കും അത് ഓവർ വെയ്റ്റ് ആവണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്. അവരുടെ ഏജ് അതുപോലെ ഹൈറ്റിൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഓവർ വെയ്റ്റ് ആണോ എന്നുള്ളത്. ഇതൊരു സിമ്പിൾ കാൽക്കുലേഷനാണ്, നമുക്ക് സ്വയം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെർസെൻറ്റേജ് BMI ആണ് പറയുന്നത്. അതൊരു ഗ്രേറ്റർ ദാൻ 5% ഒക്കെ ആണെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണ്. 5 to 85% ആണ് നോർമൽ റേഞ്ച് പറയുന്നത്. കുട്ടികൾക്ക് 85 to 95% ഓവർ വെയ്റ്റ് ആണ്. 95 ഓവർ ആണെങ്കിൽ കുട്ടികളുടെ ഒബിസിറ്റിയാണ്. അപ്പോൾ അത് കുട്ടികളുടെ കേസിൽ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ BMI നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ വെയ്റ്റ് ലൂസിൻ്റെ ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്യണം. അതായത് കാണുമ്പോൾ വളരെ മെലിഞ്ഞിരിക്കുക, അതായിരിക്കരുത് നമ്മുടെ ഗോൾ. നമുക്കൊരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ വെയ്റ്റ് ആണെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവന്ന് ഒരു ഹെൽത്തി റേഞ്ചിലേക്ക് കൊണ്ടെത്തിക്കുക. അതിന് വേണ്ടിയിട്ട് 10 ദിവസത്തിനുള്ളിൽ 8 കിലോ കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിനും എളുപ്പവഴികൾ അന്വേഷിക്കുന്നവരാണ്. സോ 10 ദിവസത്തിൽ 8 കിലോ കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം അതിനോട് അട്രാക്റ്റഡ് ആവും, മറ്റൊന്നും ചിന്തിക്കില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവരും ഉണ്ടാകാം. ശരിക്കും നമുക്ക് മാക്സിമം എത്ര വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 4 മുതൽ 8 പൗണ്ട് വരെയാണ് ഒരു മാസം. പെർ മന്ത് 4 to 8 pounds, അതായത് നമ്മൾ കിലോസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.5 മുതൽ 2.5 കിലോ വരെ ഒരു മാസം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു ഹെൽത്തി റേഞ്ച് 1.5 to 2.5 kg എന്നുള്ളതാണ്. മാക്സിമം നമുക്കതൊരു 4 kg വരെ പോകാം. അത് സേഫാണ്. 4 കിലോ വരെ ഒരു മാസം കുറയ്ക്കുന്നത് സേഫാണ്. സോ വീക്ക്ലി ഒരു 1 kg കുറയ്ക്കാനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ഡയറ്റ് സെറ്റ് ചെയ്യുക. നമ്മുടെ ബോഡിക്ക് സ്യൂട്ടാവുന്ന രീതിയിലൊരു ഡയറ്റ് പ്ലസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വീക്ക്ലി ഒരു 300 മിനിറ്റെങ്കിലും
ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി നോക്കുമ്പോൾ 40 മിനിറ്റ്സ് എങ്കിലും മിനിമം നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം. നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. അതായത് മോർണിംഗ് 20 മിനിറ്റ്സ്, ഈവനിങ് 20 മിനിറ്റ്സ്, അങ്ങനെ ഡെയിലി ഒരു 40 മിനിറ്റ്സ് എക്സസൈസ് പ്ലസ് ഡയറ്റ്. അപ്പോൾ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ, അതായത് നമ്മൾ ആ ഒരു വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്ന ഒരു ടൈം ഡ്യൂറേഷനിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. അതിനും കൂടെ സ്യൂട്ടായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഉണ്ട്. സ്ത്രീകളിലാണെങ്കിൽ PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹാബിറ്റുകൾ കൊണ്ട്, ഇപ്പോൾ നൈറ്റ് ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോളിസം, അങ്ങനെയുള്ള ഹാബിറ്റുകൾ കൊണ്ട് ഓവർ വെയിറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ചിലർക്ക് ജനറ്റിക്കായിട്ട് ഈ ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചില ജനറ്റിക്കായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓവർ വെയിറ്റ് ആവുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു കോഴ്സും കൂടി നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റിനോടൊപ്പം വേണം ഈ ഒരു വെയിറ്റ് ലൂസും ചെയ്യാനായിട്ട്. സോ നിങ്ങളിൽ പലരും നമ്മുടെ ഒരു തമ്പനെയിൽ കണ്ടിട്ട് എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലൂസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം അന്വേഷിച്ചായിരിക്കും നമ്മുടെ വീഡിയോ ഓപ്പൺ ആക്കിയത്. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണത്. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ വെയിറ്റിൽ ഏത് കാറ്റഗറിയിൽ വരും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്ര വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരു കാര്യം കൂടിയുണ്ട്, വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഡ്രിങ്ക്സും അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ ആഡുകൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് മിക്സ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുക. അതർവൈസ് അതിനകത്ത് കണ്ടൻറ്റ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ഡ്രിങ്ക് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക.